നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ദശാബ്ദങ്ങളായിട്ട് ഉലച്ചുകൊണ്ടിരിക്കുന്ന സോളാർ വിവാദത്തിലും അതിന് പിന്നിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന രാഷ്ട്രീയ ഗൂഢാലോചനകളിലുമൊക്കെ തന്നെ നിർണായകമായ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വ്യക്തിജീവിതത്തെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിച്ഛായയുമൊക്കെ തന്നെ കടുത്ത രീതിയിൽ ബാധിച്ച ഈ കേസിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണവും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഉണ്ടായിരുന്നുവെന്ന വാദങ്ങളെ ബലപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് നിലവിലിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനകീയ നേതാവിനെ വ്യാജ വാർത്തകളിലൂടെയും കെട്ടിച്ചമച്ച ആരോപണങ്ങളിലൂടെയും കള്ളക്കഥകളിലൂടെയും വേട്ടയാടിയവർക്ക് കാലം കാത്തുവെച്ച തിരിച്ചടിയാണ് ഇപ്പോൾ ഈ നിയമവഴിയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കോടതി രേഖകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളെ തകർക്കാൻ വേണ്ടി മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ ചില ഉന്നതർ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ജനമധ്യത്തിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. ഈ കേസിൽ പ്രതികളായിട്ടുള്ള ക്രിമിനലുകൾക്കും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയക്കാർക്കും താൽക്കാലികമായി നിയമത്തിൻ്റെ കണ്ണുവെട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ സത്യം പുറത്തു വരുമെന്ന പ്രകൃതി നിയമം അത് ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്. ഈ വലിയ ഗൂഢാലോചനയുടെ ചുരുളുകളൊക്കെ തന്നെ ഓരോന്നായിട്ട് അഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിത്വവും മുൻ മന്ത്രിയുമായ KB ഗണേഷ് കുമാറാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. സ്വന്തം കുടുംബത്തിനകത്തു നിന്ന് പോലും കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ചരിത്രമുള്ള ഇദ്ദേഹത്തിന് താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ജനങ്ങൾക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളുമൊക്കെ തന്നെ കാരണം അധികാരത്തിൻ്റെ തണൽ ലഭിച്ചിരുന്നുവെങ്കിലും ജനവികാരം അദ്ദേഹത്തിന് അനുകൂലമല്ല എന്നതിൻ്റെ സൂചനകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രകടമായിരുന്നു. ആ രാഷ്ട്രീയ തിരിച്ചടികൾക്ക് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് പ്രകടമായിരുന്നു. ആ രാഷ്ട്രീയ തിരിച്ചടികൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ നിയമപരമായിട്ട് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നിർണായകമായിട്ടുള്ള 2 കോടതി മൊഴികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത് സോളാർ വിവാദം കത്തിപ്പടർന്ന 2013 ആദ്യകാല അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ നൽകിയ സാക്ഷിമൊഴിയാണ്. സോളാർ കേസിലെ പ്രധാന പ്രതി തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് എഴുതിയ കത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയോ മറ്റ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെയോ പേരുകൾ ഒരിടത്തും പരാമർശിച്ചിരുന്നില്ല എന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും നിലവിൽ തൃശൂർ SP-യുമായിട്ടുള്ള KA മുഹമ്മദ് നിസാർ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 നേരിട്ടെത്തിയാണ് ഈ ഉദ്യോഗസ്ഥൻ ഈ കേസിൻ്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ഈ നിർണായകമായിട്ടുള്ള വിവരം ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയത്. സോളാർ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എവിടെയും ഉണ്ടായിരുന്നില്ലെന്നും പിൽക്കാലത്ത് ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളും അഴിമതി കഥകളുമൊക്കെ തന്നെ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ബോധപൂർവം കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നുമുള്ള കോൺഗ്രസ് കേന്ദ്രങ്ങളുടെയൊക്കെ തന്നെ വാദങ്ങൾക്ക് ഇപ്പോൾ പൂർണ്ണ പിന്തുണ നൽകുന്നതാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ മൊഴിയെന്ന് പറയുന്നത്. അക്കാലത്ത് വലിയ മാധ്യമ പ്രാധാന്യം നേടിയ ഈ കത്ത് പിന്നീട് തിരുത്തപ്പെടുകയും പുതിയ പേരുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തുവെന്ന സംശയം ആദ്യമേ നിലനിന്നിരുന്നു. ഈ സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പേര് മുൻ മന്ത്രി KB ഗണേഷ് കുമാറും കേസിലെ പ്രതിയും ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി വ്യാജമായി എഴുതി ചേർത്തതാണെന്ന രീതിയിലുള്ള നിയമ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചത്. ആ പ്രത്യേക കേസിലാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ടെത്തി സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തിലേക്ക് കടക്കുമ്പോൾ 2013 പ്രതിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ACJM കോടതി പുറപ്പെടുവിച്ച പ്രത്യേക നിർദ്ദേശാനുസരണമാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 955/2013 എന്ന നമ്പറിലുള്ള കേസ് ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നത്. അന്ന് ആ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായി ചുമതല നോക്കിയിരുന്ന ആളായിരുന്നു ഇന്ന് തൃശൂർ SP-യായി സേവനമനുഷ്ഠിക്കുന്ന KA മുഹമ്മദ് നിസാർ. അന്ന് താൻ നേരിട്ട് കൈകാര്യം ചെയ്ത രേഖകളെയും അതോടൊപ്പം തന്നെ കത്തുകളെയും ഒക്കെ തന്നെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഇപ്പോൾ കോടതിക്ക് മുന്നിൽ ഈ യഥാർത്ഥ വസ്തുതകളൊക്കെ തന്നെ ബോധിപ്പിച്ചിരിക്കുന്നത്. ജയിലിൽ നിന്ന് ലഭിച്ച യഥാർത്ഥ കത്തിൽ ബിജു രാധാകൃഷ്ണൻ, ശാലു മേനോൻ എന്നിവർ മാത്രമായിരുന്നു പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നതെന്നും ഇരുവരും ചേർന്ന് തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നതായിരുന്നു കത്തിലെ പ്രധാന പരാതിയെന്നും അദ്ദേഹം മൊഴിയിൽ വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് ആ കത്തിലെങ്ങും ഉണ്ടായിരുന്നില്ല എന്ന് ഈ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ച് പറയുമ്പോൾ പിൽക്കാലത്ത് ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ KB ഗണേഷ് കുമാറിൻ്റെ അവിഹിതമായിട്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നുവെന്ന വാദമാണ് ഇവിടെ ഇപ്പോൾ തെളിയുന്നത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അന്വേഷണ ഏജൻസികളെയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കത്തിൽ തിരുത്തലുകൾ വരുത്താനായിട്ട് ഗണേഷ് കുമാർ ക്രിമിനൽ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു എന്ന ആരോപണത്തിന് ഈ ഉദ്യോഗസ്ഥൻ്റെ മൊഴി നിയമപരമായിട്ടുള്ള വലിയൊരു തെളിവായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. SP മുഹമ്മദ് നിസാറിൻ്റെ മൊഴിക്ക് പുറമെ ഗണേഷ് കുമാറിനെ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കുന്ന രണ്ടാമതൊരു നിർണായകമായിട്ടുള്ള സാക്ഷിമൊഴി കൂടി ഇപ്പോൾ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. സോളാർ പീഡനക്കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ എങ്ങനെയെങ്കിലും പ്രതി ചേർക്കണമെന്ന് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ കേസിലെ അതിജീവിതയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നതായിട്ട്
KPCC അംഗമായിട്ടുള്ള CR നജീബാണ് കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത്. 2015 മെയ് മാസത്തിൽ പത്തനാപുരത്തുള്ള പാർട്ടി ഓഫീസിൽ വെച്ച് ഗണേഷ് കുമാർ പ്രത്യേക താൽപ്പര്യമെടുത്ത് നജീബിനെയും അതിജീവിതയെയും ഒന്നിച്ച് വിളിച്ചു വരുത്തുകയായിരുന്നു. അക്കാലത്ത് UDF സർക്കാരിൽ നിന്നും രാജിവെക്കേണ്ടി വന്ന ഗണേഷ് കുമാറിന് തിരികെ മന്ത്രിസഭയിൽ പ്രവേശിക്കാനായിട്ട് കടുത്ത ആഗ്രഹമുണ്ടായിരുന്നു. തന്നെ വീണ്ടും മന്ത്രിയാക്കുന്നതിനായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് മേൽ രാഷ്ട്രീയമായ വലിയ സമ്മർദ്ദം ചെലുത്തുക എന്നതായിരുന്നു ഗണേഷ് കുമാറിൻ്റെ ലക്ഷ്യം. അതിനായി ഉമ്മൻചാണ്ടിയെ കൂടി സോളാർ കേസിൽ ഉൾപ്പെടുത്തി ഒരു കെണിയൊരുക്കണമെന്നും അങ്ങനെ ചെയ്യാത്ത പക്ഷം തങ്ങളുടെ രാഷ്ട്രീയ പദ്ധതികളൊന്നും നടക്കില്ലെന്നും ഗണേഷ് കുമാർ അതിജീവിതയോടെ പത്തനാപുരത്തെ ഓഫീസിൽ വെച്ച് വ്യക്തമാക്കിയതായിട്ട് CR നജീബ് തൻ്റെ ഔദ്യോഗിക മൊഴിയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഗൂഢാലോചനയെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ CR നജീബ് വിഷയം ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു. ഗണേഷ് കുമാർ ഒരുക്കുന്ന കെണികളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഉമ്മൻചാണ്ടിയെ നേരിട്ട് ഫോണിൽ വിളിച്ചുവെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് പ്രതികരിക്കാനായിട്ട് അന്ന് സാധിച്ചിരുന്നില്ല. തുടർന്ന് ഈ നിർണായക വിവരവും ഗൂഢാലോചനയുടെ വ്യാപ്തിയുമൊക്കെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ച് ജാഗ്രത കൃത്യമായി പാലിക്കാനായിട്ട് നജീബ് ആവശ്യപ്പെടുകയായിരുന്നു. ഈ വെളിപ്പെടുത്തലുകളുടെയും അതോടൊപ്പം തന്നെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട മൊഴികളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ KB ഗണേഷ് കുമാറിനെതിരെയുള്ള വിചാരണ നടപടികളൊക്കെ തന്നെ കോടതിയിൽ അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെയും KPCC ഭാരവാഹിയുടെയും ഒക്കെ തന്നെ മൊഴികൾ ഒന്നിച്ച് ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ സംഭവത്തിൽ ഗണേഷ് കുമാറിനുള്ള പങ്ക് നിഷേധിക്കാൻ കഴിയാത്ത വിധം ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഈ സാഹചര്യത്തിൽ നിയമപരമായിട്ടുള്ള വിചാരണ പൂർത്തിയാകുന്നതോടുകൂടി ഗണേഷ് കുമാറിന് കടുത്ത ശിക്ഷാ നടപടികളൊക്കെ തന്നെ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വലിയ നിയമക്കുരുക്കിലേക്ക് പോവുകയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട മൊഴികളും സോളാർ ഗൂഢാലോചന കേസിലെ മുൻ മന്ത്രിയുടെ പങ്കിനെ പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതാണ്. ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നേതാവിനെ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം കെട്ടിച്ചമച്ചതായിരുന്നു ഈ വിവാദങ്ങളെല്ലാം എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സോളാർ കേസിൽ വെറും ഒരു പുനരന്വേഷണം എന്നതിനപ്പുറമായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കറുത്ത ശക്തികളെയും പുറത്തു കൊണ്ടുവരാനായിട്ട് വിപുലമായിട്ടുള്ള അന്വേഷണമാണ് ഇനി നടക്കേണ്ടതായിട്ടുള്ളത്. ഈ കേസിൻ്റെ എല്ലാ വശങ്ങളും അത് ആഴത്തിൽ ചികഞ്ഞെടുത്തുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിയ ഗണേഷ് കുമാറിൻ്റെ ഈ ക്രൂര നടപടികൾക്കെതിരെ കർശന ശിക്ഷ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം രാഷ്ട്രീയ തോന്നിവാസങ്ങൾ കാണിച്ചവർക്ക് അർഹിക്കുന്ന സ്ഥാനം അത് ഇരുമ്പഴിക്കുള്ളിലാണെന്ന ശക്തമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ നിയമവഴികളിൽ നിന്നുമൊക്കെ തന്നെ അതും ഈ പുതിയ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ കേസിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളും അതോടൊപ്പം തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികളുമൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന.